എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടി 3 കപ്പ് ബാസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ജീരകശാല റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ചെമ്മീനിലേക്ക് പുരട്ടി വെക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ചോറൊക്കെ വേവിച്ചെടുക്കുന്ന സമയം വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട ബാക്കി സാധനങ്ങളും കൂടി ഒന്ന് റെഡിയാക്കാം. ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 6 അല്ലി വെളുത്തുള്ളി, 6 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവ് പോലെ കൂടുതലോ കുറവോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 2 അല്ലെങ്കിൽ 3 എണ്ണം എടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ ചിരകി എടുത്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 6-7 ഗ്രാമ്പു. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം. തേങ്ങ, പച്ചമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പുതിനയില, മല്ലിയില. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തരിയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 3 കപ്പ് ബസ്മതി അരിയാണ് നമ്മളെടുത്തത്. അപ്പോൾ അതിന് 5 കപ്പ് വെള്ളം വേണം. നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കുക. എത്ര അരി എടുക്കുന്നോ അതിനേക്കാളും 2 കപ്പ് കൂടുതൽ വെള്ളം, ആ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതേ സമയത്ത് തന്നെ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 6-7 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മൂക്കണം. മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട, ചെറിയൊരു ബ്രൗൺ കളർ പോലെ വന്നാൽ മതി. സവോള ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 ക്യാരറ്റ് ചെറുതായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. സവോള ഒരല്പം കൂടി ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ സവോള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. നിറം മാറേണ്ട ആവശ്യമില്ല, ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരി മാത്രം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം നെയ്യിൽ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടുതലായിട്ട് തോന്നണം. എന്നാൽ മാത്രമേ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പം ചോറിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഫുൾ അങ്ങ് വറ്റും. അത് കഴിയുമ്പോൾ തീ കുറച്ച് ഏറ്റവും ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടിയൊക്കെ വെക്കുമ്പോൾ ചോറ് ആവശ്യത്തിന് വെന്ത് കിട്ടും, പാകത്തിന് വെന്ത് കിട്ടും. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ പാകത്തിന് വെന്ത് കിട്ടും. നമ്മൾ ഈ ചൂടോടുകൂടി ഇളക്കിയാൽ പോലും അത് കുഴഞ്ഞു പോകത്തില്ല. കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാലയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ചെമ്മീൻ ഒത്തിരി സമയം നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. ഒരു 2-3 മിനിറ്റ് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ മതി. ഇത് വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പിന്നെ മസാലയിലിട്ട് ചെമ്മീൻ വേവിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ചെമ്മീനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 വലിയ സവോള നീളത്തിന് കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം നന്നായി വഴറ്റി ഒന്ന് മൊരിച്ചെടുക്കണം. പിന്നെ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിലാകുമ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചതൊക്കെ ഇനി ചേർക്കുമ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മാറ്റി. അപ്പോൾ ഇതേ സവോള ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിറം മാറി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് നന്നായിട്ട് മാറണം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരണം. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികളുടെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ച പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് കുറച്ച് സമയം വഴറ്റി ഇതിൻ്റെ പച്ചപ്പ് നന്നായിട്ട് മാറ്റിയെടുക്കണം. ഇതിൻ്റെ നിറം മാറി ഒരു ബ്രൗൺ കളറിൽ ആയി വരണം. ഇതൊരു 1-2 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്ത് ആ ഒരു പച്ചപ്പ് മാറ്റണം. അല്ലെങ്കിൽ ആ മസാലയ്ക്ക് മല്ലിയുടെയും പുതിനയുടെയൊക്കെ ഒരു പച്ച ചുവ വരും. അപ്പോൾ മസാല ഞാനിവിടെ നന്നായി വഴറ്റിയെടുത്തു. ഇപ്പോൾ കണ്ടോ, ഇതൊന്ന് ഡ്രൈ ആയി അതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, ആ ഒരു പച്ച മണം മാറിക്കിട്ടും. ഇതിനകത്തേക്ക് നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. പ്രോൺസ് ആ സമയം കൊണ്ട് വെന്ത് കിട്ടും. കാരണം നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തും കൂടി എടുത്തതാണ്. അപ്പോൾ ഒരു 5-6 മിനിറ്റും കൂടി ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുമ്പോൾ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുകളിൽ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് നമ്മൾ ചോറ് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ലെയർ ചോറ് ഇട്ടിട്ടുണ്ട്. സാധാരണ മസാലയാണ് താഴെ വെക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത മസാല ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ ലെയർ ചോറിട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. അടുത്തൊരു ലെയർ ചോറിടാം. ഇത് 2-3 ലെയറായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെയാണ്. വീണ്ടും ഒരു ലെയർ മസാല, ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ചോറിടാം. ഇനി ഇതിനകത്ത് ഞാൻ സവോള ഫ്രൈ ചെയ്തതോ കശുവണ്ടി മുന്തിരിങ്ങ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചോറിൽ സവോള ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ ഫ്രൈ ചെയ്തതൊന്നും ചേർക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. സാധാരണ ബിരിയാണി ദം ചെയ്യുമ്പോൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനും ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് മുകളിൽ വെച്ചിട്ടുണ്ട്. കറിവേപ്പില വെക്കുമ്പം നമ്മൾ ഈ ദം ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒരു 2 തണ്ട് കറിവേപ്പില നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിന്ന് അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗോതമ്പ് മാവോ മൈദയൊക്കെ വെച്ച് സൈഡൊക്കെ ഒട്ടിച്ച് വേണമെങ്കിലും എടുക്കാം, സാധാരണ ദം ചെയ്യുന്ന പോലെ. പിന്നെ ഇതൊരു അടപ്പും കൂടി വെച്ച് നല്ലതായിട്ടൊന്ന് അടച്ചു. അടുത്തതായിട്ടൊരു ദോശക്കല്ല് നല്ലതായിട്ട് ചൂടാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഈ ബിരിയാണി പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി പാത്രം തുറക്കാനുള്ള സമയമായി. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ മണമാണ് ആദ്യം അടിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതൊട്ടും ഡ്രൈ ആവത്തില്ല. നമ്മൾ അതുപോലെയാണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.